ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് കേരളത്തിൻ്റെ 24ാമത് മുഖ്യമന്ത്രിയായി ശ്രീ വി ഡി സതീശൻ അധികാരമേറ്റെടുക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ മന്ത്രിസഭാംഗങ്ങളുടെയും സത്യപ്രതിജ്ഞ രാവിലെ 10 മണിക്ക് തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുമെന്നാണ് നമ്മൾ അറിയുന്നത്. ഇപ്പോൾ നമ്മൾ ശ്രീ വി ഡി സതീശൻ എങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തി എന്നുള്ളത്, അദ്ദേഹം എങ്ങനെ ഇവിടെ എത്താൻ അദ്ദേഹത്തിന് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഇവിടെ എത്തി എന്നുള്ള ഒരു ചെറിയൊരു വിശകലനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീ വി ഡി സതീശനെ നോക്കിക്കാണുന്നവർ കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് അദ്ദേഹം ഒരു സാധാരണ അസംബ്ലി മെമ്പർ എന്നുള്ളതിലുപരി കോൺഗ്രസ് നേതൃനിരയിൽ വേറെങ്ങും നമ്മൾ അദ്ദേഹത്തെ കാണാറില്ലായിരുന്നു. നിയമസഭയിൽ ഒരുവിധം നന്നായി ശോഭിക്കുന്ന ഒരു സാമാജികൻ എന്നതിലുപരി ഒരു കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെയും ശ്രീ രമേശ് ചെന്നിത്തലയുടെയും ശ്രീ എ കെ ആന്റണിയുടെയൊക്കെ നേതൃത്വം ഇവിടെ നിലനിൽക്കുന്ന കാലത്ത് തന്നെയും അദ്ദേഹം MLA ആണ്. 2001 മുതൽ MLA ആണ്. എന്നാൽ പോലും അദ്ദേഹത്തിന് ഈ ഒന്നാം നിര നേതാക്കളുടെ കൂട്ടത്തിൽ ഒരിക്കലും നമ്മൾ കാണാനോ അദ്ദേഹത്തെ അവിടെ നമ്മൾ പ്രതിഷ്ഠിക്കാനോ നമുക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ 5 വർഷം അദ്ദേഹം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നടത്തിയ അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ പ്രവർത്തനമാണ് അദ്ദേഹത്തെ ഈ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിച്ചതെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. ഇതിന് കുറച്ചധികം കാരണങ്ങളുണ്ട്. അദ്ദേഹം ഈ കഴിഞ്ഞ 5 വർഷം മുമ്പ് പ്രതിപക്ഷ നേതാവായി സ്ഥാനമേൽക്കുമ്പോൾ തന്നെ 2026 മുഖ്യമന്ത്രിയായി താൻ അവരോധിക്കപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടെയും ആ ലക്ഷ്യത്തോടെയും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായി അദ്ദേഹം ഈ കഴിഞ്ഞ 2021 പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ 2026 മുഖ്യമന്ത്രി പദവി തനിക്ക് ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. അതിലാദ്യമായി അതിനുശേഷം വന്ന തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം നടത്തിയ പ്രചരണത്തിന് കൊടുത്ത നേതൃത്വം, ഓരോ തെരഞ്ഞെടുപ്പിന് മുമ്പും അദ്ദേഹം അതിനുവേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് ഉറപ്പാണ്. ഓരോ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ പ്രചരണ ചുമതല ഏറ്റെടുത്ത് അവിടെ നിന്ന് പ്രവർത്തിക്കുകയും ഓരോ ബൂത്ത് അടിസ്ഥാനത്തിലും പ്രവർത്തകരെ വിന്യസിച്ച് അത് എങ്ങനെ എത്ര വോട്ട് ആ ഒരു മണ്ഡലത്തിൽ നമുക്ക് ഭൂരിപക്ഷത്തിൽ എത്താൻ കഴിയുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുകയും അത് അദ്ദേഹം സ്വയം മാത്രമായിട്ട് ചെയ്തതല്ല, അദ്ദേഹത്തിന് ഒരു PR ടീം ഉണ്ടെന്നുള്ളത് അതിൽ നിന്നെല്ലാം വ്യക്തമാണ്. ആ PR ടീമിൻ്റെ വിലയിരുത്തലിൽ നിന്നും അദ്ദേഹം ഓരോ തെരഞ്ഞെടുപ്പിലും എത്ര ഭൂരിപക്ഷത്തിൽ UDF അവിടെ വിജയിക്കുമെന്ന് കണക്കുകൂട്ടി തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവചിക്കുന്ന ശീലമുണ്ടാക്കിയെടുത്തു. അത് കഴിഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ഈവൻ ഏറ്റവും ഒടുവിൽ നടന്ന പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പുകളിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രവചനം അതുപോലെ ഫലിക്കുന്നതാണ് ജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിൽ നിന്നും അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ വിശ്വാസ്യത നേടിയെടുത്തു. അതായത് കേരളത്തിലെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് എന്നുള്ള ഒരു ഇമേജ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തുടക്കം മുതൽ പറയുന്നുണ്ടായിരുന്നു. 100-ലധികം സീറ്റിൽ വിജയിക്കുമെന്നും 1 ഡസനിലേറെ മന്ത്രിമാർ ഇവിടെ പരാജയപ്പെടുമെന്നും 5 ജില്ലകൾ പൂർണ്ണമായ വിജയം UDF-നൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം പല ആവർത്തി ഓരോ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പഠനങ്ങളുടെ ഫലമായി അദ്ദേഹത്തിന് ലഭിച്ച വിവരങ്ങളിൽ നിന്ന് അദ്ദേഹം ഒരു വലിയൊരു ടീമിനെ ഉപയോഗിച്ചിരുന്നു. ഒരു ഷാഡോ PR ടീം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഈ കനകലുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു PR ടീം UDF-ന് വേണ്ടി ഇവിടെ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെതായ ഒരു ഷാഡോ PR ടീം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, ഓരോ നിലപാടിലും അദ്ദേഹം എടുക്കുന്നത് ഓരോ ജനവിഭാഗത്തെ അഡ്രസ്സ് ചെയ്യാനും ആ ജനവിഭാഗത്തിൻ്റെ വിശ്വാസ്യത നേടിയെടുക്കാനും വേണ്ടി ഓരോ നിലപാട് ഓരോ കാര്യത്തിലും അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീ വെള്ളാപ്പള്ളി നടേശനും ശ്രീ സുകുമാരൻ നായരുമൊക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമായി സംസാരിക്കുന്നതും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വിശിഷ്യ അദ്ദേഹം മലപ്പുറം വിരുദ്ധ പ്രസംഗങ്ങളും പ്രസ്താവനകളും ഒക്കെ നടത്തിയ കാലത്തൊക്കെ അദ്ദേഹം ഏറ്റവും മുമ്പിൽ തന്നെ എടുത്തുചാടി മുന്നിൽ വന്ന് അതിനെ പ്രതിരോധിക്കാനും വളരെ നിശിതമായി ഇത്തരം സമുദായ നേതാക്കളെ വിമർശിക്കാനും അദ്ദേഹം എടുത്ത മുൻകൈ സാധാരണ ഈ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഇടയിലെ വിശ്വാസ്യത അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ ആ ഒരു വിഭാഗത്തെ അദ്ദേഹം കയ്യിലെടുക്കുന്നു. ഇതിനോടൊപ്പം ഈ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ പാലക്കാട് MLA ആയിരുന്ന ആ സ്ത്രീ വിഷയത്തിൽ അദ്ദേഹം എടുത്ത കടുത്ത നിലപാട് കാരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും അദ്ദേഹത്തെ ആദ്യം സസ്പെൻഡ് ചെയ്യുന്നു. ഒരു പരാതി വന്ന ഉടനെ തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുന്നത് ശ്രീ വി ഡി സതീശൻ്റെ മാത്രം കടുത്ത നിലപാട് കാരണമായിരുന്നു. അതോടെ അദ്ദേഹത്തിന് കേരളത്തിലെ സ്ത്രീകളുടെ വിശ്വാസ്യത, ഒരു സ്ത്രീ സംരക്ഷക പ്രതിച്ഛായ അദ്ദേഹം നേടിയെടുക്കുകയും ആ സ്ത്രീകളുടെ വിശ്വാസ്യത അദ്ദേഹത്തോടൊപ്പം വരികയും ചെയ്തു. മൂന്നാമത് നമുക്കൊരു കാണാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഈ പുതുതലമുറ ജെൻസി കാറ്റഗറിയിൽപ്പെട്ടവരെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു. അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കുറച്ചധികം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്
ഈ കോളേജ് പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്കുള്ള 1000 രൂപ എന്നുള്ള സ്കോളർഷിപ്പ് എന്നുള്ള അത്തരം പ്രഖ്യാപനങ്ങൾ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിൽ നിന്ന് വന്നപ്പോൾ തന്നെ അതിനെ വളരെ കാര്യമായി എടുത്ത് പ്രചരിപ്പിക്കുന്ന കാര്യത്തിലും പിന്നെ അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ഇരുചക്ര 4 ചക്ര വാഹനങ്ങളുടെ ഈ രൂപമാറ്റം വരുത്തുന്നതിന് വേണ്ടുന്ന സൗകര്യം അതിനുള്ള അനുമതി കൊടുക്കുമെന്നും അത് അദ്ദേഹം അങ്ങനെ വളരെ തുറന്ന രീതിയിൽ അത് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം ഈ ജെൻസി ഇടയിൽപ്പെട്ട അത്തരത്തിൽപ്പെട്ട ചെറുപ്പക്കാരായ കുട്ടികളുടെ ഇടയിൽ അദ്ദേഹത്തോട് ഒരു അടുപ്പം തോന്നാനും അത് അദ്ദേഹത്തോടൊപ്പം അവർക്ക് നിൽക്കാനുമുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അങ്ങനെ ഈ ജെൻസി വനിതകൾ പിന്നെ ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾ ഇത്തരം എല്ലാ കാറ്റഗറിയെയും അദ്ദേഹം ഇതുപോലെ ഓരോരോ കാരണങ്ങളിൽ ഉറച്ചു നിന്നും പറഞ്ഞ് അദ്ദേഹത്തിന്റെ നിലപാടിലൂടെ അദ്ദേഹത്തോടൊപ്പം അവരെല്ലാം അദ്ദേഹത്തിന് കൂട്ടാൻ കഴിഞ്ഞു. ഇദ്ദേഹത്തിന്റെ PR ടീമിന്റെ വർക്ക് തന്നെയാകാം. നമ്മൾ ഏത് സോഷ്യൽ മീഡിയയിൽ നോക്കിയാലും ഇദ്ദേഹം ഒരു വായനാശീലമുള്ള ആളാണെന്നുള്ള തീർച്ചയായും അദ്ദേഹം വായനാശീലമുള്ള ആൾ തന്നെയാണ്. പക്ഷെ അതിനൊരു വലിയ പ്രചരണം കൊടുക്കുന്ന രീതിയിൽ ഇവിടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും അദ്ദേഹം പുസ്തകം പിടിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നതായ ചിത്രങ്ങൾ പ്രചരണം വളരെ വലിയ തോതിൽ നടത്തി. അത് സാധാരണ വിദ്യാഭ്യാസമുള്ളവരിലും ബുദ്ധിജീവികളുടെ ഇടയിൽ അദ്ദേഹം ഒരു തികഞ്ഞ വായനക്കാരനാണെന്നും കാര്യങ്ങൾ പഠിക്കുന്ന ആളാണെന്നുമുള്ള ഒരു ധാരണ വരുത്തുകയും ആ വിഭാഗത്തെയും അദ്ദേഹത്തോടൊപ്പം കൂട്ടാൻ കഴിഞ്ഞു. ഇങ്ങനെ സമൂഹത്തിന്റെ നാനാതുറയിലുള്ള ആൾക്കാരെയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് കീഴിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് വളരെ വിദഗ്ധമായി അത് സാധിക്കുകയും ചെയ്തു. അതിൻ്റെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ ഈ 102 സീറ്റിന്റെ UDF വിജയം. പക്ഷേ ഈ 102 സീറ്റ് എന്നുള്ള അദ്ദേഹം പ്രവചനവും ഈ ആൾക്കാർ ആദ്യം വിശ്വസിക്കായിരുന്നെങ്കിലും ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹം മുമ്പ് നടത്തിയ എല്ലാ പ്രവചനങ്ങളും ഫലിച്ചു എന്നുള്ളതിന്റെ പ്രചരണം വളരെ വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പ് നടന്നു. ആ പ്രചരണവും യഥാർത്ഥത്തിൽ വിജയിച്ച് വരാൻ പോകുന്ന ഒരു മുന്നണി എന്നുള്ളൊരു തോന്നൽ സാമാന്യ ജനങ്ങളുടെ ഇടയിൽ വരുത്തുകയും അങ്ങനെ ഒരു വിഭാഗത്തിന്റെ വോട്ടുകൂടെ ഈ UDF നേടിയെടുക്കാനും അദ്ദേഹത്തിന്റെ ഈ നേതൃത്വത്തിലൂടെ കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്.